ഓക്കെ. സോ ഇതിനകത്ത് നിന്ന് പറയുമ്പോൾ ഒരു എയർക്രാഫ്റ്റ് സൈറ്റിനെ കുറിച്ചുള്ള ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു കമ്പാരിറ്റീവ് ഡയഗ്രാം ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഡയഗ്രാം നമുക്ക് ചുമ്മാ വെറുതെ നോക്കാം. ഓക്കെ. 2 diagrams show changes to the ACA aircraft industries site between 1990 and 2010. അതാണ് എന്റെ ഹെഡിങ് കേട്ടോ. അതിന്റെ ക്വസ്റ്റ്യൻ തൊട്ടാ summarize the information by selecting and reporting the main features. ആദ്യത്തെ പാർട്ട് കേട്ടോ അല്ലേ. രണ്ടാമത്തെ പാർട്ട് തൊട്ടാ make comparisons wherever where relevant. അപ്പൊ ഈ ക്വസ്റ്റ്യനാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. അതായത് നോക്കുക, 2 diagrams shows changes to the ACA aircraft industries site 1990 and 2010. അപ്പൊ ഇതാണ് ACA എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസില് 1990 കൊടുത്തിരിക്കുന്ന ആ ഡയഗ്രാം. അപ്പൊ ഇതിന്റെ അകത്ത് അവിടെ നോക്കുക, ഈ എയർപോർട്ടിന്റെ പ്ലാൻ നെടുമ്പാശ്ശേരി എയർപോർട്ട് വിചാരിച്ചാൽ എളുപ്പമുള്ള കാണട്ടെ. ഇതിനകത്ത് എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് ആൻഡ് അസംബ്ലി യൂണിറ്റ് ഇവിടെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ഇവിടെയാണ് പാർക്കിംഗ്. ഇതിലെ റോഡുണ്ട്, ഈ റോഡ് ഇവിടം വരെ വന്നിട്ടുണ്ട്. ഹെച്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ ലാൻഡിങ് ഇവിടെയാണ്. പിന്നെ ജെറ്റ് എഞ്ചിൻ ആൻഡ് മാനുഫാക്ചറിങ് ടെസ്റ്റിംഗ് അത് ആ യൂണിറ്റ് ഇവിടെയാണ്. പിന്നെ ഇത് ആണ് എയർക്രാഫ്റ്റ് റൺവേ, ഇത് നോർത്തിലേക്കാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി ഈ സംഭവത്തിന്റെ പ്ലാൻ എങ്ങനെയാണുള്ളത് വരും. അതെന്നിട്ടാ ഡയഗ്രാം ഷോസ് ചേഞ്ചസ് ടു ദ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് സൈറ്റ് 1990. 1990 ഇതാണ് സൈറ്റ്. ടെക്നോളജി ഒക്കെ മാറി, കാശ് ഒരുപാട് വന്നു, ഇൻഡസ്ട്രി ഒക്കെ സക്സസ്ഫുൾ ആയി. 2010 കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? ഇവിടെ അതെന്തൊട്ടത് പ്രൈവറ്റ് ഹൗസിങ്. അപ്പൊ ഇത്രയും പൊളിച്ചിട്ട് അത് പകുതി ഹൗസിംഗ് ആയിട്ട് മാറ്റി അല്ലെ. ഓക്കെ. അപ്പൊ നെടുമ്പാശ്ശേരി എയർപോർട്ട് വട്ടം മുറിച്ച് കളഞ്ഞിട്ട് അതിന്റെ പകുതി ഭാഗം വീടുകളായിട്ട് മാറ്റി, പ്രൈവറ്റ് ഹൗസിംഗ് ആയിട്ട് മാറ്റി. പിന്നെ അവിടുന്ന് ആ വീടുകളിലേക്ക് ഒരു വഴി വന്നു. ഇവിടെ പണ്ട വഴി ഉണ്ടായിരുന്നില്ല, ആ റോഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി മാറ്റി. ഇതിലെ ഇങ്ങനെ മതില് കെട്ടി, ഇവിടുന്ന് ഇങ്ങനെ മതിൽ കെട്ടി. ഓക്കെ. ആ ഹെലികോപ്റ്റർ ലാൻഡിങ്ങിന് ഒരു വ്യത്യാസം സംഭവിച്ചത്, ഏകദേശം ഇരിക്കുന്നത്, പക്ഷെ ഒരു കോർണറിലാക്കി വന്നു. അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ക്ലബ്ബ്, അവിടെ സ്റ്റാഫ് ക്ലബ്ബ് ആഡ് ചെയ്തു, ഒരു അഡ്മിനിസ്ട്രേഷൻ യൂണിറ്റ് വന്നു. പിന്നെ ഇവിടെ ഒരു ഓവർഹെഡ് ഫ്ലൈ ഓവർ വന്നു, അല്ലെ, ഒരു ഫ്ലൈ ഓവർ വന്നു. ഈ ജെറ്റ് പണ്ടെന്ന് പറയുമ്പോൾ ഇതിലെ ഇറങ്ങിയിട്ട് റോഡിൽ നടന്നു പോകാറുന്നു. ഇപ്പൊ അഡ്മിനിസ്ട്രേഷൻ യൂണിറ്റിൽ നിന്ന് ആ മറ്റേ യൂണിറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫ്ലൈ ഓവർ വന്നു. പാർക്കിംഗ് സെയിം സ്ഥലത്ത് തന്നെ വന്നു. പിന്നെ അവിടെ ഒരു എക്സ്ട്രാ പാർക്കിംഗ് കൂടെ ഈ സൈഡിൽ വന്നു. ഓക്കെ. ഇതിപ്പോ ഞാനിതൊന്നും വായിക്കാതെ ഞാൻ ഇതിന്റെ അകത്ത് മാക്സിമം എടുത്ത സംഭവമാണ്. നോക്കുക, ഇതിന്റെ അകത്ത് സെക്യൂരിറ്റി ഗേറ്റ് ഫ്രണ്ടില് അത് അവിടെ തന്നെ ഉണ്ട്. ഫ്രണ്ടിൽ തന്നെ സെക്യൂരിറ്റി ഗേറ്റ് ഇപ്പോഴും ഉണ്ട്. ഓക്കെ. എയർക്രാഫ്റ്റ് റൺവേ ആ സംഭവം ഇവിടെ നിന്ന് എടുത്തു കളഞ്ഞു അല്ലേ, കാണാനല്ലേ എയർക്രാഫ്റ്റ് റൺവേ. ഓക്കെ. ഇതിനകത്ത് ഓവറോൾ വന്നു, സെക്യൂരിറ്റി ഗേറ്റ് ഉണ്ട് രണ്ടിലും, ഓപ്പൺ ഗ്രാസ് ലാൻഡ്. ഓപ്പൺ ഗ്രാസ് ലാൻഡ്, ഇവിടെ തരിശു ഭൂമിയായിരുന്നു, അത് ഓപ്പൺ ഗ്രാസ് ലാൻഡ് ആയിട്ട് മാറി. പിന്നെ പബ്ലിക് റോഡ്. ഓക്കെ. ഹെലികോപ്റ്റർ ലാൻഡിങ് പാഡ്. ഓക്കെ. ഏകദേശം സെയിം സ്പോട്ടിൽ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ, അതോ കുറച്ച് ബാക്കിലേക്ക് എന്നാലും ആ ഏരിയ തന്നെ ഉണ്ട് അത്. പ്രൈവറ്റ് ഹൗസിംഗ്. ഓക്കെ. ഇത് പ്രൈവറ്റ് ഹൗസിംഗ് വന്നു. ഫാക്ടറി ഫെൻസ്. ഓക്കെ. ഇവിടെ ഒരു ഫെൻസ് കൊടുത്തു, ഇതിന്റെ അകത്ത് മതിലല്ല, അതിന്റെ അകത്ത് ഫെൻസ് ആണ് കൊടുത്തിരിക്കണേ. അപ്പോ ഇപ്പൊ ഞാൻ ആദ്യത്തെ പാർട്ട് ഞാൻ വായിക്കുക ചെയ്തു അല്ലെ. The 2 diagram shows industries between 1990 and 2010. കാലഘട്ടത്തിലുണ്ടായ മാറ്റം. Summarize the information by selecting and reporting main features and make comparisons wherever relevant. ഇപ്പൊ ഇതിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കുക. നമ്മൾ ഉത്തരത്തിൽ പോണതിന് മുമ്പ് നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം
കാര്യങ്ങളാണ് സമ്മറൈസ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പൊ ഞാൻ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നോക്കാം. പണ്ട് 90 റൺ ഉണ്ടായിരുന്നു, ഇതിനകത്ത് അസംബ്ലി പോയിന്റ് ഉണ്ട്, ഈ ഇതിന്റെ അകത്ത് മാനുഫാക്ചറിങ് ഫെസിലിറ്റിന്റെ അഡ്മിനിസ്ട്രേഷൻ ഒരു കാർ പാർക്ക് ഉണ്ട്, അതിനെല്ലാം റോഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഒരു മെയിൻ സെക്യൂരിറ്റി ഗേറ്റ് ഫ്രണ്ടിലുണ്ട്, പിന്നെ അവിടെ കുറച്ച് ഗ്രാസ് ഉള്ള സ്ഥലങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ച സ്കൂളിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഫീലിംഗ് കിട്ടണേ, ആ സ്കൂളിൽ നമ്മൾ ഇന്ന് നമുക്ക് എന്തൊക്കെ മാറ്റം ഉണ്ടാവും, ആ ഒരു സെൻസിൽ എടുക്കുക. അപ്പൊ പണ്ട് ഞാൻ പഠിച്ചു കഴിയുമ്പോൾ അവിടെ എന്താ പറഞ്ഞ കുറച്ച് ഓലപ്പര ഉണ്ടായിരുന്നു, സൈഡിൽ സംഭവം ഉണ്ടായിരുന്നു, ഗേറ്റും കാര്യങ്ങളും ഉണ്ടാവില്ല. ഇന്നിപ്പോ സ്കൂളിൽ കാശ് വലിയ പോസ്റ്റ് ബിൽഡിംഗ് ആക്കി മാറ്റി. അന്ന് നമ്മൾ പറയും അവിടെയായിരുന്നു പണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് കൊടുക്കുന്നത്, ഇവിടെയായിരുന്നു എന്റെ റോഡ് വന്നത്, പക്ഷേ ഈ റോഡൊക്കെ ഇത് മാറ്റി ഇവിടെ എടുത്ത് ഇപ്പൊ അടിപൊളി സ്കൂളാക്കി മാറ്റി. അപ്പൊ എന്ന് പറയുമ്പോൾ ഞാൻ നോക്കുകയാണ്, ഇപ്പൊ ഇത് സമ്മറൈസ് ചെയ്യണമെങ്കിലോ പുതിയതായിട്ട് കുറച്ച് വീടുകൾ വന്നു, ആ വീടുകളുടെ റോഡ് വന്നു, നോർത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഹെലികോപ്റ്റർ പാട് അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ അവിടെ കുറച്ച് ഹൗസിങ് കാര്യങ്ങളൊക്കെ വന്നു. പാർക്കിങ്ങിന്റെ കാരണം 90 പാർക്കിംഗ് ആൾക്കാരുടെ എണ്ണം, കാറുകളുടെ എണ്ണം കുറവായിരുന്നു. 2010 കഴിഞ്ഞപ്പോൾ കാറുടെ എണ്ണം കൂടി. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് കാർ പാർക്കിംഗ് കൂടി, ജെറ്റിന്റെ ഫെസിലിറ്റി വന്നു, ഓവർലേക്ക് വന്നു. പിന്നെ അതല്ല അതുകൊണ്ട് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ എളുപ്പമാണ്. കാരണം പണ്ടാവുമ്പോ ഇപ്പൊ നനയാതെ പോകാം, കാരണം പറഞ്ഞാൽ വാക്ക് വേ മുകൾക്ക് വേണ്ട, അവിടെ മുകൾക്ക് നടന്നു പോയാൽ മതി, അധികം ദൂരമില്ല. മറ്റാകുമ്പോ താഴത്ത് ഇറങ്ങി പോകണമായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിന്റെ അകത്ത് ഇദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഇദ്ദേഹം നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് എങ്ങനെ ഇരിക്കണം എന്നുള്ള വിവരം. ഫോക്കസിങ് ഓൺ ദ ഡാറ്റ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സമ്മറൈസ് ദ ഇൻഫർമേഷൻ ബൈ സെലക്ടിങ് ആൻഡ് റിപ്പോർട്ടിങ് ദ മെയിൻ ഫീച്ചേഴ്സ്. നമുക്ക് ആദ്യത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. സെലക്ട് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് സെന്റൻസ് ഉപയോഗിക്കാം? കോംപ്ലക്സ് സെന്റൻസ് ഉപയോഗിക്കാം, കോമ്പൗണ്ട് സെന്റൻസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെറും കോമ്പൗണ്ട് സെന്റൻസ് ഉപയോഗിക്കാം. മേക്ക് കമ്പാരിസൺസ് വേർ റിലവന്റ്. അതിന് നമുക്ക് എന്ത് സെന്റൻസ് ഉപയോഗിക്കാം? നമ്മുടെ കമ്പാരിസൺ സെന്റൻസ് ഉപയോഗിക്കാം. ഇതിപ്പോ നമ്മള് ഈ എസ് എ പ്ലാൻ ചെയ്തിട്ട് പോകണം കേട്ടോ. ഇനി ഈ ഒരു മോഡൽ നമുക്ക് നോക്കാം, നല്ലവണ്ണം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് വൈറ്റൽ ദാറ്റ് ഫോക്കസിംഗ് ഓൺ ദ ഡാറ്റ, ഒബ്സർവിംഗ് ദ കീ പോയിന്റ് ആൻഡ് സ്ട്രക്ചറിംഗ് ദ ഇൻഫർമേഷൻ. ഫോക്കസിംഗ് ഡാറ്റ, 3 കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള പാരാഗ്രാഫ് നടക്കാൻ പോകുന്നത് കേട്ടോ. ഒന്ന് ഫോക്കസിംഗ് ഡാറ്റ ഇൻഫർമേഷൻ, കീ പോയിന്റ്സ്. നമ്മൾ ഇന്നലെ കണ്ടിരുന്നു, നമ്മൾ ഇന്നലെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ്ടേ, നമുക്ക് 10 പോയിന്റ് മിനിമം മതി. സോ വി ആർ ട്രൈങ് ടു catch on the 10 points. That's our track one of them. Okay. It is vital that you read and legend the basis of the question and match those symbols with the position on 2 diagrams. In this way, you will be able to see clearly the changes that have taken place over 10-year period. അപ്പൊ നമുക്കിപ്പോ ഒരു കോമൺ സെൻസ് പോയിന്റ് ഓഫ് വ്യൂ പോകാം. എന്ത് സംഭവിച്ചാലും നമ്മൾ പണ്ട് പഠിച്ച സ്കൂളിൽ ഇന്ന് എന്തായിട്ട് നല്ല മാറ്റം ഉണ്ടായിരിക്കും. കാരണം പണ്ട് കാശാണ്, ഇന്ന് കാശാണ് മാറ്റം. ആ ഒരു സെൻസ് നമുക്ക് ചിന്തിക്കാം കേട്ടോ. In a question involving the description of changes, it is important that all the important changes are described. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. ഓക്കെ, എ ഫെയിലിയർ ടു ഡു ദിസ് വിൽ റിമൈൻ യു ഹാവ് നോട്ട് മെൻഷൻഡ് ഓൾ ദ കീ പോയിന്റ്സ്. നമ്മൾ കീ പോയിന്റ്സ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ചേഞ്ചസ് നമ്മൾ നോക്കണം. ക്ലിയർലി യു ഷുഡ് മെൻഷൻ ദാറ്റ് 2010 site is now much smaller because the housing estate has been built. Also, access to the road replaces the old runway and the aircraft manufacturing and assembly building. നമ്മൾ കണ്ടിരുന്നു, പുതിയ ബിൽഡിംഗ് വന്നു കഴിഞ്ഞപ്പോ ആ റൺവേ ഒക്കെ എടുത്ത് കളഞ്ഞു, എന്നിട്ട് അവിടെ കുറച്ച് വീടുകൾ പണിതു, അതിന്റെ ഇപ്പുറത്തെ ഒരു മതിൽ കെട്ടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വെച്ചു. അതാണ് ഒരു ഇമ്പോർട്ടന്റ് ചേഞ്ച് അവിടുന്ന് ഇവിടെ നോക്കുമ്പോൾ ഉണ്ടാവണം. കാരണം ആദ്യത്തേല് റൺവേ അപ്രത്യക്ഷമായി, രണ്ടാമത്തെ പുതിയ സാധനം വന്നു, വീടുകൾ വന്നു. നോക്കുക, ഇൻ അഡീഷൻ യു ഷുഡ് കണ്ടോ, ഈ ഇൻ അഡീഷൻ കണ്ടോ, ഇതാണ് വി ഹാവ് ടു യൂസ് ദർ. ഓക്കെ, യു ഷുഡ് മെൻഷൻ ദ 5 ചേഞ്ചസ് ദാറ്റ് ഓക്കെ. 5 വ്യത്യാസങ്ങളുണ്ട്, നമ്മൾ കണ്ടാണ് ഇപ്പോ. ദ അഡീഷൻ ഓഫ് ദ സ്റ്റാഫ് ക്ലബ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗ്, സ്റ്റാഫ് ക്ലബ് വന്നു നോക്കിയായിരുന്നു. The expression of the jet engine and manufacturing test building expansion. A jet building expand ചെയ്തു. The overhead walkway connecting 2 buildings. നമ്മൾ കണ്ടു, മൂക്കിലെ walkway കണ്ടു.
they changed the position in the helicopter landing pad. അതിനകത്ത് ശരിക്കും പൊസിഷൻ ചേഞ്ച് ആയിട്ടുണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട്. ന്യൂ സ്റ്റാഫ് കാർ പാർക്ക്, സ്റ്റാഫ് വേണം കൂടി ഇപ്പൊ പുതിയ നമ്മൾ ഇതെല്ലാം കണ്ടാണ്, നമ്മൾ നോട്ട് ചെയ്താണ്. നോക്കുക, സിൻസ് നോർത്ത് ഈസ് ഗിവൻ ഓൺ ദ ഡയഗ്രാം, ഇറ്റ് വുഡ് ബി യൂസ്ഫുൾ ടു റെഫർ ടു പോയിന്റ്സ് ദി കോമ്പസ് to explain the position of the elements of the diagram. For example, north end and the western side of the site. നമ്മൾ കണ്ടു അതിന്റെ മുകളിൽ നോർത്ത് അങ്ങോട്ടുള്ള, കാരണം ആ മാപ്പ് എങ്ങനെ ഇരിക്കുന്നത് കാണാൻ വേണ്ടിയാണ്. ഇൻ അഡീഷൻ, ആ വാക്ക് ശ്രദ്ധിക്കുക, you will need to be very accurate in describing the position and changes that took place in 2010. Okay, it is important that you use paragraphs. അത് മസ്റ്റ് ആണല്ലേ, നമുക്ക് പാരാഗ്രാഫ് ഉപയോഗിക്കണം. സെൻസിബിൾ, വിച്ച് ഇത് എന്ത് സെൻസ് നോക്കിയേ, ഇത് എന്ത് സെൻസ് നോക്കിയേ, ഒരു കോംപ്ലക്സ് സെൻസ് അല്ലേ, ഒരു ബാസ്കറ്റ് ബാക്കിൽ വെച്ചേക്കുമല്ലേ. വിച്ച് ഫോഴ്സ് യു ടു ലോജിക്കലി ഗ്രൂപ്പ് എലിമെന്റ് ദാറ്റ് ഗോ ടു ദാറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇൻ ദിസ് ടാസ്ക് കേട്ടോ, അടുത്ത ഒരു കണക്റ്റിംഗ് ഒരു ഇത്, ഇറ്റ് മൈറ്റ് ബി വൈസ് ടു ഹാവ് a short opening paragraph followed by details about how the site has become smaller, continued with the paragraph one changes that occurred similar site. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഇനി കാണാൻ പോകുന്ന എക്സാമ്പിൾ ഒരു മോഡൽ എക്സാമ്പിൾ ആണ്. അത് ഈ ക്വസ്റ്റിന്റെ ആൻസർ അല്ല, നമ്മൾ അത് ആദ്യം ചിന്തിക്കണം കേട്ടോ. കാരണം പറഞ്ഞാൽ ഈ ക്വസ്റ്റിന് ഞാൻ ആൻസർ എഴുതുവാണെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കും, നമ്മൾ എല്ലാവരും എഴുതുവാണെങ്കിലും ഡിഫറെന്റ് ആയിരിക്കും. സോ ദാറ്റ് ഇസ് വാസ് വെരി, അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കണം, ഞാൻ ആ പോയിന്റ് കണ്ടില്ല, ഈ പോയിന്റ് കണ്ടില്ല. നോ 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 നോ, അദ്ദേഹം കണ്ട പോയിന്റ് അദ്ദേഹത്തിന്, ഞാൻ കണ്ട പോയിന്റ് ഇങ്ങനെ എഴുതണം. ശ്രദ്ധിക്കുക, ഇവിടെ നോർത്തേൺ ഏരിയ റീപ്ലേസ്ഡ് ബൈ ഹൗസസ് ആൻഡ് റോഡ്സ്, രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, നോർത്തേൺ ഏരിയ ഇമ്പോർട്ടന്റ് ചേഞ്ചസ് സർക്കിൾ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോ നമുക്ക് ഇങ്ങനെ ചെറിയ ട്രിക്ക് ചെയ്യാം. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് കൊണ്ടാണ് ചേഞ്ചസ് അവിടെ സർക്കിട്ട് വെച്ചിട്ട്. അപ്പോ ഈ പിക്ചറിന്റെ അകത്ത് വരുമ്പോ ഈ ആള് പ്ലാനിങ് സ്റ്റേജിലാണ്. സോ ഹി ഈസ് പ്ലാനിങ് വാട്ട് ടു റൈറ്റ് ദ, നമ്മൾ അങ്ങനെ തന്നെ പോണം. അപ്പോ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ഭാഷം അങ്ങനെ തന്നെ വെച്ചു, രണ്ടാമത്തത് അതിന്റെ ഇമ്പോർട്ടന്റ് ചേഞ്ചസ് അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചു. ഇതെല്ലാം നേരത്തെ കൊടുത്തപ്പോൾ തന്നെയാണത്. നോക്കുക, മോഡൽ ആൻസർ വായിച്ചോളൂ. മോഡൽ ആൻസർ, the two diagrams show changes to AC aircraft industry site 1990 and 2010. The most obvious change over a 20-year period is that the site has been reduced to almost half of its original size. അത് നമ്മുടെ ഒരു സംഭവം അല്ലേ, അത് നമ്മൾ പറയാണ്. നമ്മൾ സ്കൂൾ ചെന്നപ്പോ എന്താ പറഞ്ഞേ, നമ്മൾ നമ്മുടെ പഴയ സ്കൂളിൽ നിന്ന് കഴിഞ്ഞപ്പോ പണ്ട് ഇവിടെ വലിയ ഗ്രൗണ്ട് ആയിരുന്നു, ആ ഗ്രൗണ്ട് കംപ്ലീറ്റ്, ഞാൻ പഴയ സമയത്ത് ഇവിടെ വലിയ ഗ്രൗണ്ട് ആയിരുന്നു, ആ ഗ്രൗണ്ട് കംപ്ലീറ്റ് മാറ്റി കഴിഞ്ഞിട്ട് അവിടെ ഇപ്പോ അത് കംപ്ലീറ്റ് വേറെ ബിൽഡിംഗ് പണിത് ഓഡിറ്റോറിയം. സോ ദാറ്റ് സെൻസ്, ദാറ്റ്സ് എ വെരി വെരി കോമൺ സെൻസ് ഓഫ് തിങ്കിങ്. ഓക്കെ, സോ ഇറ്റ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി. ഇവിടെ ഈ ലാംഗ്വേജ് ആണ് ഇമ്പോർട്ടന്റ്. റെഡ്യൂസ്ഡ് ടു almost half of its size. ഈ ഭാഷ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. That is very important. In 1990, okay, the site had an aircraft manufacturing and assembly building in northern half of the site, as well as an aircraft runway. ഒരു മൂന്ന് സെന്റൻസ് അല്ലേ, 90 എന്തായിരുന്നു പറഞ്ഞിരിക്കുകയാണ്. By 2010, however, കണ്ടോ ഈ ഹവർ നമ്മുടെ കോമ്പൗണ്ട് സെന്റൻസിന്റെ ഹവർ അല്ല, നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യും. നമ്മളതിന് ഈ എന്താ പറയാ, ഈ നമ്മൾ പഠിച്ച സെന്റൻസിന്റെ പേര് അതാണത്. ദിസ് ബിൽഡിംഗ് ആൻഡ് ദ റൺവേ ഹാഡ് മേഡ് വേ ഫോർ ദ പ്രൈവറ്റ് ഹൗസിംഗ്. സിമ്പിൾ സെന്റൻസാ, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അവിടെ എന്താ സംഭവിച്ചേ, ഈ നമ്മളിപ്പോ എഴുതുവാണെങ്കിൽ ദ ബിൽഡിംഗ് ആൻഡ് ദ റൺവേ ഹാഡ് വേ ഓഫ് ദ പ്രൈവറ്റ് ഹൗസിംഗ് ബൈ 2010 നമ്മൾ എഴുതും അല്ലെ. പക്ഷേ അതല്ല ഭാഷ, അവര് ബൈ 2010 ആദ്യം കിട്ടും. എന്നിട്ട് കോമയിട്ടത്ത്
however കൊടുത്തിട്ട് ആ സെന്റൻസ് അങ്ങ് എഴുതി വെച്ചു. കണ്ടോ? ആ സെന്റൻസിനെ കട്ട് ചെയ്തിട്ട് ഒരു വെറൈറ്റി സെന്റൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. സോ എക്സാമിനേഴ്സ് വെരി ഇംപ്രസ്ഡ്. കാര്യം പറഞ്ഞാൽ ഈ കൊച്ചിന് മുകളിലത്തെ പോലെ സെന്റൻസ് തന്നെയല്ല കൊച്ചി രണ്ടാമത്തെ സെന്റൻസ് എന്നെ കാണിച്ചതാണ്. ഹി നോസ് ദാറ്റ്. സോ ആ പ്രപ്പോസിഷനോ ഫ്രേസ്, ആ പ്രപ്പോസിഷൻ കഴിഞ്ഞിട്ട് വന്നത് കട്ട് ചെയ്തിട്ട് ആദ്യം വെച്ചു. നമ്മൾ ബൈക്ക് ആൻഡ് ബാസ്കറ്റ് ട്രിക്ക് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. The housing estate is accessible from the road that had been built along the western side of the site, comma, with a connecting road leading to the houses. Okay. അടുത്ത ശ്രദ്ധിക്കുക, ഇത് മിക്കവാറും കമ്പാരിസൺ ആയിരിക്കും അല്ലെ. ഇത് ഇൻഫർമേഷൻ, and this is the comparison. In addition, other changes were made over the 20 years. In 2010, the administration building also housed the new social club, comma, and overhead runway walkway was added, giving access to the expanded jet engine manufacturing and tech building on the side of the main entrance gate. ഈ സെന്റൻസ് ഒന്ന് കട്ട് ചെയ്ത് കഴിയാൻ നോക്കാം. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ, ഇവിടം വരെ നോക്കുകയാണെങ്കിൽ അതൊരു കോമ്പൗണ്ട് സെന്റൻസ് അല്ലേ. ഇവിടെ ഈ വേറെ ആരുടെ കഴിഞ്ഞിട്ട് in 2010 വേണം കൂടി ആഡ് ചെയ്യാം. പക്ഷെ ആ in 2010 അവരെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ആ പ്രപ്പോസിഷൻ ഓഫ് ഫേസ് വന്ന് ഇവിടെ ആദ്യം ഇട്ടിട്ട് കോമ ഇട്ടിട്ട് അത് വായിക്കുന്ന ആൾക്ക് in 2010 എന്ത് സംഭവിച്ചത് പറയാൻ വേണ്ടിയിട്ടാണ് ആ സെന്റൻസ് കട്ട് ചെയ്തിട്ടാണത്. ഈ ഗിവിങ് ആക്സസ് എന്ന് പറയുമ്പോൾ അതൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആഡ് ചെയ്തിരിക്കണം അവിടെ കോമ കൊടുത്തിട്ട്. നമ്മൾ കണ്ടാണത്. Further changes include new staff car parking immediately to the right of security gate and the relocation of helicopter pad to be within the northern boundary fence. മതി, നമുക്ക് ഇത്രയും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇതിന്റെ അകത്ത് ഈ by 2010 in 2010 നമുക്ക് തിരിച്ചു വേണമെങ്കിൽ പറയാം, the administration building is also housed in social club, comma, and the overhead walkway was added in 2010 നമുക്ക് പറയാം. കട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഇട്ടേക്കുക. ഇവിടെ നമുക്ക് തിരിച്ചു വേണമെങ്കിൽ പറയാം, കട്ട് ചെയ്തിട്ട് ആദ്യം ഇട്ടേക്കുക. അതാണ് അതിന്റെ ഒരു ലാംഗ്വേജ്. അതാണ് റൈറ്റിംഗിന്റെ ഒരു ലാംഗ്വേജ് കേട്ടോ. നോക്കുക, അപ്പൊ നമുക്ക് ഒരു മോഡൽ ആൻസർ കിട്ടി. ഓക്കെ, ഈ വലിയ സെന്റൻസുകൾ നമ്മൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഇത്ര വലുത് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഇൻഫർമേഷൻ നമുക്ക് ഇതേ സെന്റൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസറിന്റെ കമന്റ്സ് നോക്കിയേ. ദിസ് റെസ്പോൺസ് ഫിറ്റ്സ് ഫോർ ദ റിക്വയർമെന്റ് ഓഫ് ദ ടാസ്ക് വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ദ മിനിമം നമ്പർ ഓഫ് ദ വേർഡ്സ് ഇസ് 150. 150 വേർഡ്, 175 വാക്കുണ്ട്. All the key points are detailed. ആയിട്ട് കീ പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. Name the significant change to the north side and the 5 changes that occurred in the lower part of the site. 2000. 5 changes നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. In vital, you include some overarching statement like the most obvious change over the 20-year period is that the site had been reduced. No. Number 10 to almost half of its size, original size. അതാണ് ലാംഗ്വേജ് കേട്ടോ. കാരണം ഇതിനകത്ത് നമുക്ക് അറിയാൻ പാടാത്തൊരു ഒറ്റ വാക്കിന്റെ അർത്ഥങ്ങളില്ല. പക്ഷെ അത് കൂട്ടി യോജിപ്പിച്ച് വരുമ്പോൾ കിട്ടുന്ന ബ്യൂട്ടിഫുൾ മീനിങ്, ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. Which shows you how notice the most important change. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചേഞ്ച് കണ്ടു എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതെന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചേഞ്ച് കണ്ടു കണ്ടോ? ഇതല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചേഞ്ച് സംഭവിച്ചവിടെ. ബാക്കിയെല്ലാം അവിടെ ഉണ്ട്, കുറച്ച് രണ്ട് മാറ്റി വീടായി. അതാണ് ആ റെഡ് മാർക്കിൽ ഇമ്പോർട്ടന്റ് എന്ന റെഡ് നമ്മൾ അവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ പോയത്. Remember that all task 1 require logical paragraphing. Idaattu important. Requires logical paragraphing. Okay. At a minimum, this should be include introduction and 2 more paragraphs. In the response, comma,
നമ്മൾ എവിടെ കണ്ടിട്ടുണ്ടല്ലേ? വെയിറ്റ് ചെയ്ത് നോക്കാം. The language flows by using linking words such as however, in addition, also, further. നമുക്ക് തിരിച്ചു വായിച്ചു നോക്കാം. The language flows by using linking words such as however, in addition, also, further, in the response. തിരിച്ചു പറയാം നമുക്കല്ലേ? But that is not the way. This is the way. നമ്മളിത് ആ ബൈക്ക് ആൻഡ് ബാസ്കറ്റിന്റെ നിർത്തുക നല്ലോണം ക്ലിയർ ആയിട്ട് പോരും കേട്ടോ. അപ്പോ ഈ ലിങ്കിങ് വേർഡ്സ് ഇതിന്റെ അകത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതാണ് ആ സെന്റൻസ് സംഭവിക്കുന്ന ഫ്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ സെന്റൻസുകൾക്ക് ഫ്ലോ വരണമെന്നുണ്ടെങ്കിൽ, പാരഗ്രാഫുകൾ വായിച്ചിട്ട് ഫ്ലോ വരണമെന്നുണ്ടെങ്കിൽ we need to add these things. Note that the language describing position always clear in the northern half of the site. Along the western side of the site, on the right hand of the main entrance gate, to within the northern mountain side. Apo, note the language. Endinu pegna language ah? Describing position is always clear. Apo, ഈ ലാംഗ്വേജ് നമുക്ക് നോർമലി ഉപയോഗിച്ച് പരിചയമില്ലാത്ത ലാംഗ്വേജാണ്. അപ്പൊ ഈ ലാംഗ്വേജ് നമ്മൾ ആദ്യമായിട്ട് ഇപ്പൊ കാണുന്ന ലാംഗ്വേജാ. അതുകൊണ്ട് നമ്മൾ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം ഇതിനു മുമ്പ് നമ്മൾ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടില്ല. സോ വി ആർ ഗോയിങ് ടു ലേൺ ദാറ്റ് ലാംഗ്വേജ് നൗ. ഓക്കെ, നമുക്ക് നോർമലായിട്ട് എഴുതാൻ ലാംഗ്വേജ് അറിയാം, പക്ഷെ ഒരു ഗ്രാഫ് എഴുതാൻ ലാംഗ്വേജ് നമുക്ക് അറിയില്ല. സോ വി ആർ ഗോയിങ് ടു ലേൺ. I'll show you how to learn that language, okay? Don't worry. അടുത്ത നോക്കുക, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇൻ കാനഡ. ഓക്കെ, റൈറ്റിംഗ് ടാസ്ക് 2 ആണ്. നോക്കാം. ഞാൻ സാധാരണ പോലെ ഞാൻ ഈ ഗ്രാഫ് മാത്രം നമ്മുടെ മുമ്പിൽ ഞാൻ ഗ്രാഫ് വരുന്നത് വായിക്കുകയാണ്. വാങ്ങി നോക്കട്ടോ. The chart below give information about international students in Canada between 1992 to 2008. താഴെ പറയുന്ന ചാർട്ട് ഇൻഫോർമേഷൻ തരുന്നത് എന്തിനെ കുറിച്ചാണ്? ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എവിടെയാണ് കാനഡയുള്ള, ഏത് കാലഘട്ടത്തിലാണ്? 92 മുതൽ 2008 വരെ കാലഘട്ടത്തില് കാനഡയുള്ള സ്റ്റുഡൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ ചാർട്ട് തന്നെ. അത് മനസ്സിലായി. സമ്മറൈസ് ദ ഇൻഫർമേഷൻ ബൈ സെലക്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് മെയിൻ ഫീച്ചേഴ്സ്. അതിന്റെ ആദ്യത്തെ ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണിത്? സെലക്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ദ മെയിൻ ഫീച്ചേഴ്സ്. അപ്പൊ ആദ്യത്തെ എന്റെ പണി എന്തുട്ടാ? സെലക്ട് ചെയ്യണം. പിന്നെ എനിക്ക് എന്തുട്ടാ? റിപ്പോർട്ട് ചെയ്യണം. എന്താ റിപ്പോർട്ട് ചെയ്യേണ്ടത്? അതിന്റെ മെയിൻ ഫീച്ചേഴ്സ്. പിന്നെ എന്തുട്ടാ? ആൻഡ് മേക്ക് കമ്പാരിസൺസ് വേർ റിലവന്റ്. എല്ലാം കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. വേർ റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കമ്പയർ ചെയ്യണം. അപ്പൊ ക്വസ്റ്റ്യന്റെ ഹെഡിങ് എനിക്ക് മനസ്സിലാക്കിക്കണം. 2 കാര്യങ്ങൾ ചെയ്യേണ്ടത്, 3 കാര്യം ഞാൻ ചെയ്യണം. 1 ഇൻഫർമേഷൻ സെലക്ട് ചെയ്യണം, 2 റിപ്പോർട്ട് ചെയ്യണം മെയിൻ ഫീച്ചേഴ്സ്, 3 കമ്പാരിസൺ ചെയ്യണം. ഇതൊന്ന് നോക്കാം. ഈ ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇൻ കാനഡ 1992 to 2008 വരെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത് മൊത്തത്തിനെ ബാധിക്കുന്ന സംഭവമായിരിക്കും, കാരണം ഇത് മൊത്തം ഹെഡിങ് ആയിട്ട്. International students as percentage of all enrollments in Canada 1992 to 2008. ഓക്കെ, അപ്പൊ എന്റെ മെഷർമെന്റ് എന്നാന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ പെർസെന്റേജ് ഗെയിമാണ് വന്നത്. അതായത് പെർസെന്റേജിലാണ് കൊടുത്തിരിക്കുന്നത്. ആ പെർസെന്റേജ് ആണ് ഞാൻ. അപ്പൊ എങ്ങനെയായാലും പെർസെന്റേജ് ഓർമ്മ ഞാൻ നമ്മുടെ ഗ്രാഫിൽ കാണിച്ചിരിക്കണം. So I'm planning now, okay? I'm just normally planning now what's going on in my mind about that. 1992 4.2% സ്റ്റുഡൻസ് എൻറോൾമെന്റ് ഇൻ കാനഡ. 96 ആയപ്പോ തന്നെ കുറഞ്ഞു. 2000 ആയപ്പോ തന്നെ 5.4%. 2004 7.5%. 2008 കുറച്ചു കൂടി 7.9%. ഓക്കെ, അപ്പൊ ഏറ്റവും കുറവ് ഏത് വർഷമായിരുന്നു? 96 അല്ലേ? അത് കണ്ടൊന്നും സംഭവിച്ചേ. ഏറ്റവും കൂടുതൽ 2008. ഓക്കെ, അപ്പൊ
ഒരു മീഡിയം റേഞ്ചിൽ നിന്നാണ് 2000-ലും 2000-ലും പറയുകയാണെങ്കിൽ 1990-ലും നല്ലോണം കുറഞ്ഞു പോയി. അവിടെ എന്തെങ്കിലും എമിഗ്രേഷൻ ലോസ് വല്ലതും മാറിയിട്ടുണ്ടാവും, അതുകൊണ്ടാവാം 2004-ൽ കുറഞ്ഞു പോയത്. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിക്കുക, ഇവിടെ ഡെസ്റ്റിനേഷൻ ഓഫ് എൻറോൾമെന്റ്സ് ഇൻ കാനഡ. ഓക്കെ, ഡെസ്റ്റിനേഷൻ ഓഫ് ഫോർ ഏരിയാസ് ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇൻ കാനഡ 1992 to 2008. അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ, നമ്മളങ്ങനെ പറയാറില്ല, അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതായത് ഇത് ഇന്ത്യയെ കുറിച്ച് പറഞ്ഞു, അതിന്റെ അടിയില് ഇനി അതിന്റെ അകത്തുള്ള കാര്യങ്ങൾ, സംഭവിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്, ഓരോ സ്റ്റേറ്റിൽ നടന്ന കാര്യങ്ങൾ അല്ലെ. ഡെസ്റ്റിനേഷൻ ഏരിയാസ് ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. ഡെസ്റ്റിനേഷൻ ഏരിയാസ് എന്തൊക്കെയാണ്? ഡെസ്റ്റിനേഷൻ ഏരിയാസ് അറ്റ്ലാന്റിക് പ്രൊവിൻസ്, അത് അവിടുത്തെ പ്രൊവിൻസാ. ക്യൂബക് അവിടുത്തെ പ്രൊവിൻസാ. ഒന്റാറിയോ അവിടെയുള്ളതാണ് പ്രൊവിൻസസ്, ബ്രിട്ടീഷ് കൊളംബിയ. ഓക്കെ, ഇതെല്ലാം അവിടെ 1, 2, 3, 4, 5 സ്റ്റേറ്റ് ആണ് പറഞ്ഞത് മെയിനായിട്ട്. എന്ത് സംഭവിച്ചേ? ഈ 1992-ൽ വന്ന 4.5% പിള്ളേർ എങ്ങോട്ടാ പോയത്? എങ്ങോട്ടാ പോയെന്ന് നോക്കിയേ. അതില് 5% അറ്റ്ലാന്റിക്കിലേക്ക് പോയി. അതിൻ്റെ അകത്ത് 30%, 28% അങ്ങോട്ട് പോയി. 30% ഒറാൻഡോയിലേക്ക് പോയി. അതിൻ്റെ അകത്ത് ഫെറാറി പ്രൊവിൻസിലേക്ക് പോയി 15%. പിന്നെ ബ്രിട്ടീഷ് കൊളംബിയയിലേക്ക് പോയി. 1996-ല് 3.8% വന്നതില് ഈ 3.8% ആൾക്കാർ വന്നത് എങ്ങോട്ടാ പോയി നോക്കി? 96-ല് ഏതൊക്കെ സ്റ്റേറ്റിലേക്കാ? ഇപ്പൊ UK-ൽ കൊച്ചു പഠിക്കാൻ പറയുകയാണെങ്കിൽ കൊച്ചി ഏതൊക്കെ സ്ഥലത്തേക്ക് പോകും? ഒന്ന് ലിവർപൂളിൽ പോകും, ലണ്ടനിൽ പോകും, അല്ലെങ്കിൽ നോട്ടിംഗ്ഹാമിൽ പോകും, അതല്ലെങ്കിൽ കേംബ്രിഡ്ജിൽ പോകും. അത് സെൻസ് എടുത്താൽ മതി. അപ്പോ ആദ്യത്തെ എന്തുട്ടാ അറ്റ്ലാന്റിക് പ്രൊവിൻസിലേക്ക് ഒരു 9% അങ്ങ് പോയി. ഏറ്റവും കൂടുതൽ പോയത് പച്ചയാണ്, ക്യൂബക്കിലേക്കാണ് ആ വർഷം പോയത്. റെഡ് ഒറാൻഡോയിലാണ് പോയത്. പിന്നെ പ്രൊവിൻസസിലാണ് പിന്നെ പോയത്. പിന്നെ ബ്രിട്ടീഷ് കൊളംബിയയിലേക്ക് പോയി. 2000-ൽ 5% വന്നത് ഈ ലെവലിൽ മാറി. 7.5% വന്നു കഴിഞ്ഞപ്പോ അത് ഇത്രയും സ്റ്റേറ്റുകളിലേക്ക് പോയി. 7.9% കഴിഞ്ഞപ്പോ അത്ര സ്റ്റേറ്റുകളിലേക്ക് പോയി. പിന്നെ അത് നമുക്ക് ചുമ്മാ നോക്കാം. കേംബ്രിഡ്ജിൽ എത്ര പേര് വന്നിട്ടുണ്ടാവും? കേംബ്രിഡ്ജ് 2-ലാണ്, 2 റെഡ് കളറാണ്. കേംബ്രിഡ്ജിൽ പഠിക്കാൻ വന്നത് 35% കൂടുതലാണ്. അവിടെ പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടിയില്ല, പിന്നെ റേഞ്ച് വന്നു. ഓക്സ്ഫോർഡിലോ പച്ചയാണ്, ആ വർഷം കുറവ്. ആ വർഷം ഓക്സ്ഫോർഡിൽ കുറച്ച് വന്നുള്ളൂ. കുഴപ്പമില്ല. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലോ എക്സ്പെൻസ് കൂടുതലായതുകൊണ്ട് അവിടെ 5 കുറവ്. പിന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലോ അല്ല, അവിടെ നമ്മുടെ നോർവിച്ച് യൂണിവേഴ്സിറ്റിയിലോ ഇത്. സോ ഇപ്പൊ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഗ്രാഫിന്റെ അകത്ത് എന്താ ഉള്ളതെന്നുള്ളത് അല്ലേ. ഓക്കെ, അപ്പൊ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കാനഡയില് 1992 മുതൽ 2008 വരെ പോയ കഥയാണ് സമയം പറഞ്ഞേക്കണേ. അത് കാനഡ മൊത്തം ചെന്നൈയില് അവര് പറഞ്ഞിട്ടുണ്ട് all enrollments. ഓക്കെ, ഇവിടെ വരുമ്പോ ഡെസ്റ്റിനേഷൻ ഏരിയാസ് ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇൻ കാനഡ നോക്കാം. Focusing on the data, observing key points, structuring the information. You must closely examine both bar chart. It will be sensible to make a smaller bar graph in a single paragraph on its own, which you could probably deal with first. Then deal with a much larger bar graph in the 2 or 3 paragraphs. The smaller chart, you must notice that the strong upward trend was interrupted by the period interest number declined in 1997. The larger graph, that will be information about the Quebec and the Ontario in one paragraph, because these areas have been the largest number of students, followed by 3 other areas considered by lower number of students. Okay, you should compare Quebec and Ontario
explaining how the numbers fluctuate. How Ontario returns to become the more popular destination 2008. Grouping of the three other areas together. You could compare them with each other, pointing out by the end of the period, British Columbia received by 2% of the total number of students. It could be a mistake if you fail to mention at least some percentages. I mean, kilogram, milliliter, liter, kilometer, and failure to do so, lower your overall skill. This is ഈ ബുക്ക് എഴുതിയ ആള് പ്ലാൻ ചെയ്തതാണത്. ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്തത്? ഞാൻ പ്ലാൻ ചെയ്ത് നമ്മൾ ഒരുമിച്ച് കേട്ടതാ അല്ലെ? ഇദ്ദേഹം പ്ലാൻ ചെയ്തത് ഇങ്ങനെയാണ്. സോ ഇത് നമുക്ക് റോൾ മോഡൽ എടുത്താൽ മതി കേട്ടോ. ഇദ്ദേഹം പ്ലാൻ ചെയ്യാണ്, ഞാൻ പ്ലാൻ ചെയ്യാൻ പോണ വേറെ ചെയ്തില്ല, ഇദ്ദേഹം പ്ലാൻ ചെയ്യാൻ പോണ ഇങ്ങനെയാണ്. നോക്കാം. Another serious error would be choose one area and merely give percentages of each year, continuing to repeat that for each province. The task specifically asks you to select the main points. Task specifically asks you to select the main points. And number jolly, number task and make comparisons. Main points comparisons. Clearly, then this task will test how skillful you are at varying the language of comparison. Comparison language എന്താണെന്ന് നമ്മൾ പഠിക്കണം കേട്ടോ. ഫോർമുല നമുക്ക് വേണം. Okay, you are familiar with it. Another point to bear in mind that you are not required to provide reasons for data. ആ ഡാറ്റയ്ക്ക് നമുക്ക് റീസൺ കൊടുക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് കുറഞ്ഞു, എന്തുകൊണ്ട് കൂടുന്നു പറഞ്ഞ കാര്യം നമുക്കില്ല in British Columbia, but there is a relevant so far the task is concerned. Irrelevant test damage your overall brand. വീണ്ടും ഒരു സ്റ്റേജ് പോവാണ് നമ്മള്. ഈ ആരോ മാർക്ക് കണ്ടോ? ഓക്കെ, ആ ആരോ മാർക്ക് നേരെ എന്താ കൊടുത്തു നോക്കിയേ? സ്റ്റഡി ഗ്രോത്ത് എക്സെപ്റ്റ് 1996. ഓക്കെ, റൗണ്ട് ഇട്ടേക്കുവാണ്. മോസ്റ്റ് പോപ്പുലർ ഡെസ്റ്റിനേഷൻസ് സെമിക്കോളൻ. എന്തുകൊണ്ട് സെമിക്കോളൻ വന്നു എന്ന് ചിന്തിക്കുക. കൺസിഡറബിൾ ഫ്ലക്ച്വേഷൻസ്. അപ്പോ ഏറ്റവും കൂടുതലും ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ഡെസ്റ്റിനേഷൻസും അതിന്റെ ഫ്ലക്ച്വേഷൻസും ആണ് കൊടുത്തതാണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പെർസെന്റേജ് ഓഫ് കാനഡ 1992. എന്ത് സ്റ്റഡി ഗ്രോത്ത് 1996 താഴത്തേക്ക് പോയിട്ട് 96 കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്നിട്ടാ 96 ഒഴിച്ച് നോക്കുവാണെങ്കിൽ എല്ലാം മുകളിലേക്ക് ഗ്രോ ചെയ്യണം അല്ലേ? സ്റ്റിൽ വി ആർ പ്ലാനിങ് കേട്ടോ. മോസ്റ്റ് പോപ്പുലർ ഡെസ്റ്റിനേഷൻസ്. ഓക്കെ, ഏറ്റവും പോപ്പുലർ എവിടെയാ? 92 ഏറ്റവും ആൾക്കാർ ചൂസ് ചെയ്തത് ഒന്റാറിയോ ആണ്. ഓക്കെ, 92 96 ഏറ്റവും ആൾക്കാർ ചൂസ് ചെയ്തതാണ് ക്യൂബക് ആണ്. 2000 ഒന്റാറിയോ ആണ്, ക്യൂബക് ആണ്. 2004 ക്യൂബക് ആണ്, ഒന്റാറിയോ ആണ്. അപ്പൊ അത് രണ്ടും കൂടെ ഏകദേശം കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇവിടെ അല്ലേ? അപ്പോ ഇവിടെ നമുക്ക് രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ് കിട്ടി കേട്ടാ. ക്യൂബക്കും ഒന്റാറിയോമാണ് ഇവിടെ കൂടുതൽ മത്സരിച്ച് നിൽക്കുന്ന സ്ഥലങ്ങൾ. ബേസിക് നോക്കുകയാണെങ്കിൽ കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും മത്സരിച്ച് നിൽക്കുന്നത്. അപ്പോൾ മത്സരിച്ച് നിൽക്കുന്ന സ്ഥലം എവിടെയാ? ക്യൂബക്കും ഒന്റാറിയോ ആണ്. ഓക്കെ, വെൽ ഡൺ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതലും ആ ഒരു കമ്പാരിസൺ നമ്മൾ പെട്ടെന്ന് നോക്കി നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഈസി ആയി. ഈ പടം നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എഴുതാം. ഇത് വേറെ പോയിന്റ് എടുത്തു തെറ്റുന്നില്ല കേട്ടോ. ഇദ്ദേഹം ഈ പോയിന്റ് എടുത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ഒരു ലാംഗ്വേജ് ഫോളോ ചെയ്യുന്നു കേട്ടോ. ഡോണ്ട് വറി. അതിന്റെ മോഡൽ ആൻസർ നോക്കാം. The data provides information about number of international students as a percentage of the total number of students in Canada, comma. In addition to dealing with the provinces, these international students studied from 1992 to 2018. Basically,
ഈ ഒരു സംഭവത്തിന്റെ സമ്മറി അവിടെ കൊടുത്തിരുന്നു അല്ലെ. അത് വേറൊരു ഭാഷ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതായത് അതിനെ പാരാഫ്രൈസ് ചെയ്തതെന്ന് പറയും. ആ സെയിം ഇൻഫർമേഷൻ അത് കൊടുത്തിട്ടുള്ളൂ. ആ സെയിം ഇൻഫർമേഷൻ അത് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് നമ്മുടെ എസ്സയുടെ ടോപ്പിക്കാണത്. ആ എസ്സയുടെ ടോപ്പിക് എഴുതുമ്പോ അത് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. കാരണം ആ ടോപ്പിക്ക് നമുക്ക് വേറൊരു ഭാഷ എഴുതാനേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ അർത്ഥമാണേ മാറും അല്ലെ. അടുത്ത് നോക്കുക. ഓക്കെ, അടുത്ത പാരാഗ്രാഫ് നോക്കുക. There is a very clear trend of a number of international students rising over 16 years period. അത് നമ്മൾ കണ്ടു അല്ലേ, നോക്കാം. ഓക്കെ, റൈസിംഗ് ആണ്, കണ്ടു. ഇതിൻ്റെ അകത്ത് എന്ത് എഴുതിയാലും അവിടെ ഒക്കെ കാണണം കേട്ടോ. In 1992 കണ്ടോ, the percentage was 4.2%, dipping 4 years later, but the growth returned in 2000. Accelerated to reach 7.5% in 2004 and reached 7.9 in last year, 2008, for which figures are given. When it given in 1992 എഴുതാം. അപ്പൊ 1992 നടന്നൊരു കാര്യം അത് പറയുന്നത് ഇമ്പോർട്ടന്റ് വാക്കുകൾ ഏതൊക്കെയാ? ഡിപ്പിംഗ്, accelerated to reach, reached, and figures are given. That is the main important language there, അല്ലേ? അതൊക്കെ Ontario and Quebec were the locations that were most favored by international students. Okay. Far exceeding a smaller number of the other parts of the country. Exceeding smaller number, other parts, favor. Okay. മറ്റ് സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലുമാണ് ഏറ്റവും കൂടുതൽ പഠിക്കാൻ വന്നത്. Ontario had almost 40% of this international students in 1990, falling somewhat subsequent years, but still accounting for 34% in 2008, while remaining the most popular destination. Somewhat subsequent years, still accounting, while remaining most popular. Comparison അല്ലേ? Quebec, 2, saw a wide fluctuation with a strong growth in 1996 and 2000, but fell back somewhat by 2008 to record 20% of all international students choosing that destination. Compounds ഒന്നും തരാം. എന്തുകൊണ്ടാണ് കോമ്പോ ഇല്ല? കാരണം ഇവിടെ ക്യൂബിക്കിനെ കുറിച്ച് തന്നെ ഇവിടെ പറഞ്ഞിരിക്കണം കേട്ടോ, അതുകൊണ്ട് സബ്ജക്റ്റ് ഇല്ല അല്ലെ. ക്യൂബിക്. അപ്പോ ഇവിടുത്തെ വാക്കുകൾ എന്തൊക്കെയാ നോക്കിയേ? വൈഡ് ഫ്ലക്ച്വേഷൻ, സ്ട്രോങ് ഗ്രോത്ത്, ഓക്കെ, ഫെൽ ബാക്ക്. നമ്മൾ സംവാട്ട് മുമ്പ് കണ്ടിരുന്നു. ഓക്കെ, സംവാട്ട് ഹിയർ, choosing that destination. Okay. The remaining this destination received significantly smaller numbers of international students. During the 16 years, Atlantic provinces have never exceeded 10%, while prairie provinces barely touched 16%. Barely touched. International students received significantly. British Columbia received less than 15% of the international students for most of the period, but by 2018, it was only a little short, a fifth of the students. ഇത് നമുക്ക് അറിയാൻ പറ്റാത്ത വാക്കുകൾ, അർത്ഥം ഇതൊരു വാക്കിന്റെ അർത്ഥം ഡിക്ഷണറി നോക്കേണ്ട കാര്യമില്ല, നമ്മൾ പഠിക്കേണ്ട ഇതിനകത്ത്. Now we are starting to learn
ഗ്രാഫിന്റെ ലാംഗ്വേജ്. ഗ്രാഫിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഒക്കാബറീസ്, ഇത്രയും ഒക്കാബറീസ് നമ്മൾ കാണാപ്പണം പഠിച്ചിരിക്കണം. ഇത് എന്തോരം പഠിക്കാവോ അത്ര ഈസി ആയിരിക്കും നമുക്ക്. സെന്റൻസിനെക്കാളും കൂടുതൽ പഠിക്കേണ്ടത് ഞാൻ വായിച്ചു തന്ന ഒക്കാബറീസ് പഠിക്കേണ്ടത് കേട്ടോ. ശ്രദ്ധിക്കുക. Most of the text is in the past tense because the writer understands 1992 to 2008 history data. Sensible thinking, അല്ലേ? നമ്മൾ സ്കൂൾ പഠിച്ച കാര്യം പ്രശ്നത്തിൽ പറയാൻ പറ്റില്ലല്ലോ. The only exception for is the first sentence about the present symbol is found. So, എന്തുകൊണ്ടാണ് ആദ്യത്തെ വന്നത്? For example, the data provides എന്നിട്ട് ആൻസർ നോക്കുക കേട്ടോ. These graphs illustrate or the bar chart show. The text is logically divided into 4 paragraphs, aiding reading, but more importantly shows how ideas are grouped together. This is vital when you have a large amount of data. അപ്പോൾ ഒരുപാട് ഡാറ്റ ഉണ്ടാവുകയാണെങ്കിൽ പറഞ്ഞത് ദി ഡാറ്റ ഇൻഡിക്കേറ്റ്സ് ദ മൂവ്മെന്റ്. ഈ വാക്കാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എനി മൂവ്മെന്റ്, ഈ മൂവ്മെന്റ് എന്ത് മൂവ്മെന്റ് ഓവർ ടൈം ഉണ്ടാവുകയാണെങ്കിലും അതിന് ഉപയോഗിക്കാനായിട്ട് ഈ വാക്കുകൾ പഠിച്ചിട്ടുള്ളൂ. സോ യു കുഡ് accept the words that indicate increase, അതൊരു മൂവ്മെന്റാ. ഡിക്രീസ്, അതൊരു മൂവ്മെന്റാ. The text achieves some variety of using growth, അതൊരു മൂവ്മെന്റാ. റൈസിംഗ്, അതൊരു മൂവ്മെന്റാ. ഡിപ്പിംഗ്, മറ്റൊരു മൂവ്മെന്റാ. ആക്സിലറേറ്റഡ്, മറ്റൊരു മൂവ്മെന്റാ. റീച്ച്ഡ്, ഫാളിംഗ്, ഫ്ലക്ച്വേഷൻ. In order to avoid simply repeating the percentages, the writer attempts to vary the language. For example, 18% is expected as little short of receiving a fifth of these students. Not all 5 areas are dealt with, even though some areas are dealt with rather more briefly than others. For example, during the 16 years, Atlantic provisions never exceeded 10%, while the prairie provinces barely touched 16%. ഇപ്പൊ ഒരു കാര്യം നമുക്ക് നല്ല വണ്ണം ക്ലിയർ ആയി. എന്തുകൊണ്ടാണ് ഗ്രാഫ് എല്ലാവർക്കും വിഷമാവുന്ന കാര്യം? എന്തുകൊണ്ടാ? കാരണം നമ്മൾ ഈ മൂവ്മെന്റിന്റെ വാക്കുകൾ പഠിച്ചിട്ടില്ല അല്ലെ. ഈ മൂവ്മെന്റിന്റെ വാക്കുകൾ പഠിക്കുകയും അത് പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെന്റൻസിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല അല്ലെ. കാരണം അവിടെ ഏറ്റവും അധികം വന്നത് ഈ മൂവ്മെന്റ് ഓവർ ദ ടൈം എന്ന് പറയുന്ന ഈ വാക്കുകൾ നമ്മൾ പഠിക്കേണ്ടത്. അത് പഠിക്കാതെ ഗ്രാഫ് വിഷമമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേക്ക് സെൻസ്. ഗ്രാഫിന്റെ അകത്ത് നമ്മൾ പഠിക്കേണ്ടത് സെന്റൻസുകളല്ല നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഈ മൂവ്മെന്റ് വേർഡ്സ് ആണ് പഠിച്ചു വെക്കേണ്ടത്. ദാറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മൾ പഠിക്കാതെ എനിക്ക് ഗ്രാഫ് വിഷമമാണ് എന്ന് ആര് പറഞ്ഞാലും നിങ്ങൾ അവരോട് പറയുക, ചേച്ചി ചേട്ടാ പോയി ആ മൂവ്മെന്റിന്റെ ആ വാക്കുകളൊക്കെ പഠിച്ചിട്ട് പോ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ. അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലായി, നമുക്കറിയാവുന്ന സെന്റൻസുകൾ മാത്രം മതി, പക്ഷെ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് തൊട്ടാ മൂവ്മെന്റ്സ് വേർഡ്സ്. അടുത്ത എസ് നമുക്ക് എടുത്തു നോക്കാം. കനേഡിയൻ റെസിഡൻസ് വിസാസ്. ഇതെല്ലാം കാനഡ പേടിക്കണ്ടേ, കാരണം ഈ ഓതർ കനേഡിയൻ ഓതർ. നമ്മള് എന്താ പറയുക, നമ്മള് പഠിക്കുന്ന ബുക്കല്ല, നമ്മൾ ഇന്റർനാഷണൽ ഓതേഴ്സിന്റെ ബുക്ക് മാത്രം നോക്കുന്നുള്ളൂ. അവരുടെ മാത്രം നമ്മളെ കനേഡിയൻ, ബ്രിട്ടീഷ്, ഓസ്ട്രേലിയൻ, ഇന്ത്യൻ ഓതേഴ്സ് നമ്മൾ അതിൽ നോക്കാറില്ല. കാരണം പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫറെന്റ്. ഓക്കെ, അടുത്ത് നോക്കാം. കനേഡിയൻ റെസിഡൻസ് വിസാസ്, ലൈൻ ചാർട്ട് and table of data. Wow, okay. The graph and the table below give information about Canadian permanent resident visas issued between 2005 and 2010.
2005-ലും 2010-ലും ഗ്രാഫും ഒരു ടേബിളും കാണിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? നമുക്ക് വെറും ഇൻഫർമേഷൻ തരുവാണ് ഇതിനെ കുറിച്ചാ, കനേഡിയൻ പെർമനന്റ് റെസിഡന്റിനെ കുറിച്ച്, വിസ ഇഷ്യൂ ചെയ്തതിനെ കുറിച്ച്. അപ്പൊ ഓക്കെ, അതാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ മനസ്സിലായിപ്പോ. ഓക്കെ, summarize the information by selecting and reporting the main features. എന്റെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാഫിനെ സമ്മറൈസ് ചെയ്ത് എഴുതി വെക്കുക. അതായത് എനിക്ക് എന്താ പറഞ്ഞ ഒരു ഇമെയിൽ അയക്കുകയാണ്. ഇപ്പൊ എനിക്ക് നിങ്ങൾ ഒരു ഇമെയിൽ അയക്കാൻ വിചാരിക്കുകയാണ്. അതായത് Dear Geo, this is the email regarding the graph and table below the information about Canadian permanent residence visas issued between 2005 and 2010. എനിക്ക് ഈ എസ് കാണാം, എനിക്ക് ഈ ഗ്രാഫ് കാണാൻ പാടില്ല. സോ യു ഹാവ് ടു റൈറ്റ് ടു മീ. അത് കഴിഞ്ഞിട്ടാ മേക്ക് കമ്പാരിസൺസ് wherever relevant. Okay. Canadian permanent resident visas issues 2005 to 2010. 2005, 2006, 7, 8, 9, 10 ഇയർ ഒക്കെ അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്പർ ആയിരിക്കും മിക്കവാറും കൊടുത്തിരിക്കുക അല്ലെ. 25,000, 50,000, 75,000, 1,00,000, 1,25,000, 50,000, 2,00,000 വരെ കൊടുക്കും. Permanent immigration to Canada by category. Permanent immigration to Canada by category. കാറ്റഗറി വെച്ചുള്ള എങ്ങനെയാ വന്നിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറേയും കൂടെ സംഭവം ലളിതമായി. അപ്പൊ ഈ കാറ്റഗറിയുടെ ഇൻഫർമേഷൻ കൊടുത്തിരിക്കും. കനേഡിയൻ ഇമിഗ്രേഷൻ കാറ്റഗറീസ്, ഇക്കോണമിക് കാറ്റഗറി ഉണ്ട്, ഫാമിലി കാറ്റഗറി ഉണ്ട്, റെഫ്യൂജി ഉണ്ട്, ഹ്യൂമാനിറ്റി 1, 2, 3, 4, 5 കാറ്റഗറി, 4 കാറ്റഗറി ഉണ്ട്. അപ്പൊ 2005 ഹ്യൂമാനിറ്റേറിയൻ കാറ്റഗറി വെച്ച് നോക്കുമ്പോ ഒരു 5,000 പേർക്ക് കൊടുത്തിട്ടുള്ളൂ. 2005 റെഫ്യൂജി ആയിട്ട് 30,000 പേര് വന്നു. 2005 ഫാമിലി ആയിട്ട് 75,000 പേര് വന്നു. 2005 ഇക്കോണമിക് വർക്ക് പെർമിറ്റ് ആയിട്ട് 1,30,000 പേര് വന്നു. 2006 മനുഷ്യത്വപരമായിട്ട്, അഭയാർത്ഥിയായിട്ട്, ഫാമിലി ആയിട്ട്, ഇക്കോണമിക് ആയിട്ട്, വർക്ക് പെർമിറ്റ് ആയിട്ട് 7 ഇപ്പൊ ഓക്കെ. ഇതെല്ലാം ചെറിയൊരു വാട്ടം മുകളിലേക്കുണ്ട്. പക്ഷേ ഇവിടെ ചെറിയ വ്യത്യാസം ഞാൻ കാണുന്നുണ്ട്. 2007 തൊട്ട് 2008 വരെ റെഫ്യൂജിയുടെ എണ്ണം നമ്മുടെ അനാവശ്യമായിട്ട് ആരെയും കയറ്റിയില്ല. അതായത് 75,000 പേര് പതുക്കെ താഴത്തേക്ക് പോകുന്നു. ഫാമിലി ഒരു സ്വല്പം താഴത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ 2008 ഇൻക്രീസ് സ്ലോലി അല്ലേ. ഓക്കെ, ഇവിടെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ഒരു കുറവും വന്നിട്ടുണ്ട്. ഇവിടെ മെയിനായിട്ട് കൂടുതൽ മുകളിലേക്ക് ഒറ്റ പോക്കും പോയിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലായി. ഈ ഗ്രാഫ് എനിക്ക് മനസ്സിലായി. രണ്ടാമത് നോക്കുക, ടോട്ടൽ കനേഡിയൻ റെസിഡന്റ് വിസാസ്. 2005 ഇതിന്റെ മൊത്തം കൂട്ടുമ്പോഴാണ് ടോട്ടൽ കനേഡിയൻ റെസിഡന്റ് വിസാസ് അല്ലെ. ടോട്ടൽ എത്ര പോയി നോക്കിയേ. 2005 2,52,000 പേര് കൂട്ടി. 2006 ഈ 4 എണ്ണം കൂടെ കൂട്ടിയിട്ട് അത്രയും വന്നു. 2007 ഈ 4 കൂടെ കൂട്ടി കഴിയുമ്പോ ഇത്രയും വന്നു. 2008 ഈ 4 പേരും കൂടെ കൂട്ടി കഴിയുമ്പോ ഇത്രയും കൊടുത്തു, ഇത്രയും കൊടുത്തു, ഇത്രയും കൊടുത്തു. അപ്പൊ 2010 ഏറ്റവും കൂടുതൽ കൊടുത്തത് അല്ലെ, ടോട്ടൽ കൊടുത്തത്. പിന്നെ നോക്കുവാണെങ്കിൽ കുറവ് 2009. പക്ഷെ അതിന്റെ ഇടയ്ക്ക് 2006 ഒന്ന് കൂടി, പിന്നെ 2007 കുറഞ്ഞു, പിന്നെ അത് വീണ്ടും കുറഞ്ഞു. ഓക്കെ, എനിക്ക് ഏകദേശം മനസ്സിലായി. ഇത് ടോട്ടൽ കനേഡിയൻ ടോട്ടൽ, ഇതിന്റെ ടോട്ടൽ എത്ര കൊടുത്തെങ്കിൽ മനസ്സിലായി. അപ്പൊ എനിക്ക് എന്റെ ഗ്രാഫിനെ കുറിച്ച് എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഓക്കെ, ഫോക്കസിംഗ് ഓൺ ദ ഡാറ്റ, ഒബ്സർവിംഗ് ദ കീ പോയിന്റ്, സ്ട്രക്ചറിംഗ് ദ ഇൻഫർമേഷൻ. It is important to have
Simple introductory paragraph, which is then followed by the separate paragraph dealing with each of the bar chart. It is wise to deal with a small bar first of that shows the trend for all the Canadian reserve issues, although any order would be acceptable. In order okay. You would certainly need to indicate the upward trend for the total number of visas. Upward trend mentioning that there are declines in 2006 and 2007. For decline on the 6 to 7 decline. Comparing the 2005 figure and the latest year. കുറച്ച് കുറഞ്ഞത് 2006 അപ്പോൾ 2005ലെയും 2010ലെയും നമുക്ക് ഒരു കമ്പയർ ചെയ്യാൻ ഉപകാരപ്പെടും. ഈ എഴുതിയ സാറ് ചിന്തിക്കുന്ന കേട്ടോ, പ്ലാൻ ചെയ്യണത് ഞാൻ കുറച്ചുകൂടി പ്ലാൻ ചെയ്ത പോലെ. It is vital you state that the economic category was the category for which the most visas issues that. In addition, a flower. You note that from 2008, a number of visas that the category increased by large amount. It is logical to group family, refugee, and humanitarian visas in one paragraph. Logical. Discuss overall trend of each. Trend overall discuss here. You might compare the figures 2005 and 2000 with explained growth. Remember, your text must include some figures. Refer clearly specific years. No explanation should be given for the data because the task clearly states that your text must summarize and report, not offer reasons. Reasons ഒന്നും പറയാൻ പാടില്ല, അതുള്ള കാര്യം മാത്രം പറയാം. ഒരു കാര്യം ഇപ്പൊ സൂക്ഷിച്ച് നോക്കിയേ, ഈ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ പാരഗ്രാഫിൽ വന്നിരിക്കുന്ന എല്ലാ വൊക്കാബുലറിയും എടുത്ത് നോക്കുക കേട്ടോ. ഇങ്ങനെ വൊക്കാബുലറി എഴുതിയും ഇങ്ങനെ സെന്റൻസ് എഴുതിയുമാണ് നമുക്ക് പരിചയമുള്ളൂ. യു ഹാവ് നോ എക്സ്പീരിയൻസ്. നമുക്ക് മുന്നോട്ട് അതൊക്കെ തിരിച്ചു പോകാം കേട്ടോ. only category with a significant increase. ആദ്യം ഞാൻ പ്ലാൻ ചെയ്യാൻ പോവാണ് സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് ആയിട്ടുള്ള കാറ്റഗറീസ് പച്ച ലൈൻ വെച്ച്. Fall in numbers before sharp increase. Okay, fall in numbers before sharp increase. ഇതിന്റെ അകത്ത് 2 പോയിന്റ് ആണ്, ഈ ആദ്യത്തെ പോയിന്റും അവസാനത്തെ പോയിന്റും. ഓക്കെ, അതിന്റെ ഇടയ്ക്ക് സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് ആയിട്ട് ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ വന്നിട്ടുള്ളൂ അല്ലെ. ഈ സ്ഥലത്ത് മാത്രമേ സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് വന്നിട്ടുള്ളൂ. കാണുമ്പോൾ നിനക്കറിയാം സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും, സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും, സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും. ഫാളിംഗ് നമ്പേഴ്സ് ബിഫോർ ഷാർപ്പ് ഇൻക്രീസ്. നോക്കുക, ഇതിങ്ങനെ വന്ന് 2008 നിന്ന് കുറഞ്ഞു, പിന്നെ അത് മുകളിലേക്ക് പോയി. ഈ നമ്പേഴ്സ് അല്ലെ, ഈ നമ്പേഴ്സ് കൂടിയും കുറഞ്ഞു വന്ന ലേഖനം കൊടുത്തേക്കുന്നത്. ഓക്കെ റൈറ്റ്. ഇനി നമ്മൾ വായിക്കാൻ പോണ, നമ്മളിപ്പോ തൊട്ട് മുമ്പ് വായിച്ച ഈ പാരാഗ്രാഫ് സെന്റൻസും ഈ പാരാഗ്രാഫ് വൊക്കാബുലറി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇനി കാണാൻ പോകുന്ന സെന്റൻസും വൊക്കാബുലറിയും എന്താണെന്ന് ശ്രദ്ധിക്കുക. The data shows the total number of the permanent residence visas issued by Canada over the 5 years period, together with the breakdown according to different categories. Overall, the volume of Canadian resident visas issued showed an upward trend with approximately 25,000 more visas, most visas issued. Basket if we compare 2005 start of the data with the latest year in 2010. Okay, approximately issued showed upward trend. Visas issued compare start of the data, the start of the data. In the contrast, the years 2007-2008 revealed a drop in the number of the visas compared to 2003, but in 2009-2006 figure of outcome had been exceeded.
അപ്പൊ നമ്മൾ കുറച്ചും കൂടെ വേറെ കണ്ടു അല്ലെ. stood at the figure. ഇപ്പൊ നോക്കൂ ഇതിനകത്ത് ആ ഗ്രാഫിക് കൊടുത്തിരിക്കുന്ന എല്ലാ ഫിഗറും വന്നിട്ടുണ്ട്. നേരത്തെ ഗ്രാഫിന്റെ അകത്ത് ആ പെർസെന്റേജ് നമുക്ക് വന്നിട്ടാണ് പിന്നെ അത് ഫിഗർ വന്നിട്ടുണ്ട്. One of the 4 categories for immigration. Of the 4 categories of immigration, economic was by far the largest category at about 1,042,000 in 2005, shooting up around 1,80,000 in 2010. Of the 4 categories of immigration എന്ന് പറയുന്നത് ആക്ച്വലി എവിടെ നമ്മൾ നോർമൽ എഴുതുവാണെങ്കിൽ economic was far last category about in 2005 shooting up 180 in 2010 of the 4 year category of immigration. അപ്പൊ ആ ഓഫ് ദ 4 കാറ്റഗറി ഇമിഗ്രേഷൻ വരുന്നത് കട്ട് ചെയ്ത് ബാക്കി ഫ്രണ്ടിൽ വെച്ചു. By the far greatest increase in November started 2018, from which time rose dramatically. Okay, increase in this number. നമ്മൾ നേരത്തെ കണ്ടൊരു വാക്ക് increase in this number അല്ലെ. In sharp contrast, മറ്റൊരു വാക്ക് കേട്ടോ. The humanitarian visa category was relatively steady for the entire period of the 6 years at 15,000 visas per annum. The number of the visas for family reunion actually fell over this period, especially last year. Especially reunion actually fell over. Refugee visas similarly decreased, although they increased slightly. The most significant trend in the sharp rise was economic visa category in 2009-2010, the category for which by far the highest number were issued over the entire period. ശ്രദ്ധിക്കുക, ഈ ഭാഷ എഴുതാൻ പഠിച്ച നമുക്ക് ഈ ലാംഗ്വേജ് നമുക്ക് എഴുതാൻ അറിയാം. കാരണം നമ്മൾ എല്ലാ ഇത്രയും കാലത്തും പഠിച്ചു എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഷ എഴുതാൻ പഠിച്ച ഒരാള് ഈ ഭാഷ എഴുതുന്ന നിർബന്ധമുണ്ടോ? ഇല്ല. ഈ ഭാഷ എഴുതുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒട്ടുമിക്ക വാക്കുകൾ നമ്മൾ കാണാപ്പാടം പഠിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്കിത് പ്രാക്ടിക്കൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ നമ്മുടെ മുമ്പുള്ള ടാസ്ക് ഇസ് learn the vocabulary of the graph. Okay. The key points are dealt with outlined in section 2, focusing on all the data. The text includes figures for the numbers and years. Numbers and years ഉണ്ട്. അപ്പൊ നമ്പർ ഇയർ അതൊക്കെ അങ്ങനെ തന്നെ നമ്മുടെ ഗ്രാഫ് കണ്ടിരിക്കണം. A 4-paragraph title for the type of question, providing information, dealing with the 2 charts separately, concluding with the overall statement. Okay. The language of comparison is skillfully dealt. ഈ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. Skillfully dealt with an attempt to do some vary. By far largest category, by far greatest increase, by far the highest number. The movement. ഇത് ആ കമ്പാരിസൺ ലാംഗ്വേജ് ആണ് കേട്ടോ. The movement over the time, some ways to explain increase, decrease are plentiful, showed an upward trend, relevant of the drop, shooting up, rose dramatically, was really steady, actually fell. അപ്പോ ഇന്ന് ചെയ്യേണ്ട കാര്യം ഈ ഗ്രാഫ് കുറെ തവണ ഇതിന്റെ എക്സാമ്പിൾ വായിക്കുക. എന്നിട്ട് അതിന്റെ അകത്തുനിന്ന് ഇപ്പൊ ഈ 3 ഗ്രാഫും വായിച്ച് കഴിയുമ്പോ അതിന്റെ അകത്തുനിന്ന് നമ്മൾ തന്നെ ഒരു ഡിക്ഷണറി ഉണ്ടാക്കുക. ഇന്ന വാക്കുകൾ ഞാൻ പഠിക്കണം, അത് ഞാൻ പഠിക്കാൻ ഉപയോഗിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ സെന്റൻസ് നമ്മൾ പഠിച്ചു, നമ്മൾ പഠിക്കാത്ത ഒക്കാബുലറിയാ. ആ വാക്കുകൾ അങ്ങനെ തന്നെ നമ്മൾ എഴുതി നമ്മുടെ ഡിക്ഷണറി ഉണ്ടാക്കി നമ്മൾ എഴുതി വെച്ച് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമ്മളിപ്പോ നല്ല ക്ലിയർ ആയിട്ട് പ്രൂവ് ചെയ്തു. കാരണം ആദ്യത്തെ ഒരു പാരാഗ്രാഫ് ഞാൻ കാണിച്ചു തന്നു, അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. ഇപ്പോ നമുക്ക്
ഈ ഗ്രാഫിന്റെ സ്റ്റാൻഡേർഡ് വന്നെങ്കിൽ സെന്റൻസിലേക്കല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതിന്റെ വൊക്കാബുലറിയിലേക്കാണ്. അത് നമ്മൾ ഉപയോഗിച്ചില്ല, പഠിച്ചിട്ടില്ല. സോ വി ഹാവ് ടു സ്റ്റഡി ദാറ്റ് വൺ. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം. നാളെ 9:10 കാണാം. അപ്പോ ഞാൻ ഇതെല്ലാം ഈ ഗ്രാഫുകളെല്ലാം ഞാൻ ഇതിന്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഫേസ്ബുക്കിന്റെ പേജിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ 4 റീഡിങ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ റീഡിങ് ഒന്ന് വായിച്ചു നോക്കുക. അതിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഒന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് അതിന്റെ അകത്ത് ആൻസറിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. റീഡിങ് നമുക്ക് നാളെ ഞാൻ ഒന്ന് വായിച്ച് തന്നു കഴിഞ്ഞിട്ട് നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യത്തിലാണ്. ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന വൊക്കാബുലറീസ് പഠിച്ചെടുക്കുക. ഈ 3 ഗ്രാഫിന്റെ വൊക്കാബുലറീസ് നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ യു കൻ മേക്ക് വണ്ടർഫുൾ ലാംഗ്വേജ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾ കണ്ടു, ഇതാണ് നമ്മുടെ ഭാഷ. ഈ ഭാഷ നമുക്ക് അറിയുള്ളൂ. ഈ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എടുത്ത ഭാഷ ഏതാണ് നമുക്ക് അറിയുള്ളൂ. നമുക്കത് പഠിച്ചാൽ പോരാ, ഈ ഭാഷ പഠിക്കണം. ഈ ഭാഷക്കകത്തുള്ള വൊക്കാബുലറീസ് ആണ് ഇമ്പോർട്ടന്റ്, അത് നമ്മൾ പഠിക്കുക കേട്ടോ. അപ്പൊ നാളെ കാണാം. അതിലേക്ക് നാളെ ഡ്യൂട്ടി കാണുന്ന ഓക്കെ. അപ്പൊ നാളെ 9:10 കാണാം കേട്ടോ. ഓക്കെ ഓക്കെ, ഒന്ന് വായിച്ചു നോക്കെ എല്ലാവരും കേട്ടോ. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ്. ഞാൻ ഈ വീഡിയോ ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ, ഒരു 15 മിനിറ്റ്. ഓക്കെ.